ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ വീണ്ടും നോക്കാം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ്. ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ചികിത്സയിലുള്ള അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനില തൃപ്തികരം. ഉമ്മയുടെ മൊഴിയെടുത്ത് കൂടുതൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘം. ഗോഡ്സെയെ പ്രകീർത്തിച്ച NIT പ്രൊഫസർക്ക് സ്ഥാനക്കയറ്റം. ഷൈജ ആണ്ടവനെ കോഴിക്കോട് NIT ഡീനായി നിയമിച്ച് ഉത്തരവിറക്കി. നിയമനം ഗോഡ്സെയെ പ്രകീർത്തിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയവേ. സ്ഥാനക്കയറ്റം സീനിയോറിറ്റി മറികടന്നുകൊണ്ടെന്ന ആക്ഷേപം. ഇന്ന് മഹാശിവരാത്രി. പിതൃതർപ്പണ പുണ്യം തേടി ആയിരങ്ങൾ. ശിവക്ഷേത്രങ്ങളിൽ ഭക്തജന തിരക്ക്. ആലുവ മണപ്പുറത്ത് വിപുലമായ ക്രമീകരണങ്ങൾ. മഹാകുംഭമേളയ്ക്കും ഇന്ന് സമാപനം. പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തി തീർത്ഥാടകർ. ഇതുവരെ എത്തിയത് 63 കോടിയിലേറെ തീർത്ഥാടകരെന്ന് ഉത്തർപ്രദേശ് സർക്കാർ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചൂട് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. കണ്ണൂർ ചാലോട് കുറുക്കന്റെ ആക്രമണത്തിൽ വലങ്ങിയ നാട്ടുകാർ. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. പരിക്കേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് ആക്ഷേപം. ട്രംപിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സെലൻസ്കി. യുക്രൈനിലെ ധാതുഖനന അവകാശം അമേരിക്കയ്ക്ക് നൽകാനൊരുങ്ങുന്നുവെന്ന് സൂചന. നടപടി ട്രംപ് പുടിനുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ മാറ്റങ്ങൾ കരാറിൽ നടത്തിയെന്ന് യുക്രൈൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന് വൈറ്റ് ഹൗസിൽ. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുക്കും. ക്യാബിനറ്റ് അംഗമല്ലാത്ത ഇലോൺ മസ്കും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വൈറ്റ് ഹൗസ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ തൃപ്തികരം. ഔദ്യോഗിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയെന്നും വത്തിക്കാൻ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്രം കുറിക്കാൻ കേരളം ഇന്നിറങ്ങുന്നു. ഫൈനലിലെ എതിരാളികൾ കരുത്തരായ വിദർഭ. മത്സരം രാവിലെ 9:30 മുതൽ നാഗ്പൂരിൽ.